ഈ ചൂട് സമയത്ത് ഉള്ളൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ഷേക്കായാലോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നൊങ്കാണ്, പനനൊങ്ക് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നൊങ്കിന് നമ്മളൊന്ന് ക്ലീൻ ചെയ്യണം. അതിൻ്റെ പുറമേയുള്ള ഈ യെല്ലോ കളറുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കളയണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കത്തിയോ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ടീസ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ അകത്തിയെടുത്താൽ മതിയാകും. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ക്ലീനാക്കി എടുക്കാൻ പറ്റും കേട്ടോ നമുക്ക്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കട്ടെ. അങ്ങനെ ഇതാ ഞാനിവിടെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുഴുവനും ഇതുപോലെ ഒന്ന് ക്ലീനാക്കി എടുക്കണം. ഇപ്പോൾ കണ്ടോ ഞാനിവിടെ മുഴുവനും ഇതുപോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാനൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല തളിരായിട്ടുള്ള നൊങ്കല്ല എടുത്തിട്ടുള്ളത്, കുറച്ച് ഒന്ന് ബലമുള്ള നൊങ്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാനും കിട്ടും. അത് കാരണമാണ് ഇങ്ങനത്തെ നൊങ്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത നൊങ്ക് മുഴുവനായിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ 1/2 കപ്പ് അളവിലാണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നന്നായിട്ട് തണുപ്പിച്ച പാല് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. ഫ്രീസായി വെച്ചിട്ടില്ല, നന്നായിട്ട് തണുപ്പിച്ചിട്ടുണ്ട്. അങ്ങനത്തെ പാലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഇവിടെ തുറന്ന് കാണിച്ചു തരാം. അടിപൊളി നമ്മളെ നൊങ്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ റോഡിനരികിലൊക്കെ നന്നായിട്ട് ഈ നൊങ്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ വാങ്ങിയതായിരുന്നു. നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒന്ന് വാങ്ങിയിട്ട് ഇതുപോലൊരു ഷേക്ക് അടിച്ച് നോക്കൂ, അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ബലമുള്ള നൊങ്കാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് കടിക്കാനും കൂടിയും കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും കാണാം.